മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പം ഇന്ന് എന്താണ് അവിടെ ഡൈനിങ് ടേബിളിനകത്തുള്ള ചർച്ചയാണല്ലോ. ഡൈനിങ് ടേബിളിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ സേതുമാധവൻ പറയുന്നു, നമ്മുടെ കൂടെ നിന്ന് തന്നെ നമ്മളെ ചതിക്കുന്നവർ, അതായത് നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരെ നമുക്ക് ഒട്ടും വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഭയങ്കര അപകടകാരികളാണ്. അവരെ നിയമത്തിൻ്റെ മുന്നിലൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. അവരെ കൊല്ലണം, നമ്മുടെ കൈകൊണ്ട് തന്നെ കൊല്ലണം. അതും ഇഞ്ചിഞ്ചായി നമ്മളെങ്ങനെ ദ്രോഹിക്കാൻ നോക്കിയോ അതുപോലെ ഇഞ്ചിഞ്ചായി തന്നെ അവരെ കൊല്ലണമെന്ന് പറയുമ്പോഴത്തേക്കും അവന്തികയ്ക്കും പിന്നെ അവന്തികയുടെ അനിയത്തിക്കൊക്കെ ഭയങ്കര രീതിക്കകത്ത് എന്താണ് ഒരു പേടിയൊക്കെയാണ് മുഖത്ത് ഭാവത്തിനകത്ത് കാണുന്നത്. കാരണം ഇവരെ ഉദ്ദേശമാണല്ലോ പറയുന്നത്. അപ്പം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് അത് തന്നെയാണ് അഭിപ്രായം അച്ഛാ, അങ്ങനെയുള്ളവരെ കൊന്നു തന്നെ കളയണം എന്ന് പറഞ്ഞ്. അപ്പോൾ അച്ചുവിനും മീരയ്ക്കും നന്ദനൊക്കെ ഭയങ്കര സന്തോഷമാണ്. സച്ചിക്ക് ചെറിയ രീതി എന്തെങ്കിലും മനസ്സിലായെന്ന് അറിയത്തില്ല, അതുപോലെ തന്നെ സന്ദീപിനും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവനും അതേ മുഖത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഉള്ളവരെ കൊന്നു കളയണമെന്ന അഭിപ്രായത്തിൽ തന്നെ യോജിച്ചുകൊണ്ട് തന്നെ. അപ്പം ആ ഡിസ്കഷൻ അവിടെ നടക്കുമ്പോഴത്തേക്കും തന്നെ പിന്നെ അടുത്ത ഡിസ്കഷൻ എന്താണ്, ഈ നന്ദൻ പറയുന്നു, നന്ദൻ നന്ദനോട് ഒരു ഇൻസിഡൻറ്റ് നടന്നല്ലോ, അതേക്കുറിച്ച് ഏട്ടൻ പറഞ്ഞില്ലല്ലോ എന്ന് സച്ചി നന്ദനോട് ചോദിക്കുന്നു. അപ്പം നന്ദൻ പറയും, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അതായത് പെട്ടെന്ന് റോഡിൽ രണ്ട് ഗുണ്ടകൾ ക്രിമിനൽസ് ആക്രമണമായിട്ട് വന്നു. അപ്പം അത് വന്നപ്പോഴത്തേക്കും ഒരു അവൻ മനഃപൂർവ്വം വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ വന്നു, അവരെ അടിച്ച് അവരെ പോലീസ് ഏൽപ്പിക്കണം, അവന് നിർബന്ധം പോലീസ് കേസ് തന്നെ കൊടുക്കണം. അപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവനെ നന്നായിട്ട് ബോധിച്ചു. അങ്ങനെ വേണ്ട നാട്ടിൽ സമൂഹത്തിനകത്ത് ഈ ചെറുപ്പക്കാരായ എന്നൊക്കെ നന്ദൻ ധനുഷിനെ പുകഴ്ത്തി പറയുന്നത്. ധനുഷ് ആരാണെന്ന് നന്ദൻ യഥാർത്ഥത്തിൽ അറിയത്തില്ല. അപ്പം എന്ന് പറയുമ്പോഴത്തേക്കും സേതുമാധവൻ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരും ധനുഷിനെ കുറിച്ച് വളരെ എക്സൈറ്റഡ് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും അടുത്ത ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കമ്പനിയിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നപ്പം ആ ചെറുപ്പക്കാരനും കൂടെ ഇരിക്കുന്നു. അപ്പം അവന് തന്നെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം കൊടുത്തു എന്ന് പറയുമ്പോൾ സേതുമാധവൻ പറയുന്നു, വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയും സത്യസന്ധതയും മാത്രം പോരാ, നല്ല മിടുക്കന്മാരെ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അപ്പം നിന്നെ സഹായിച്ചു വന്നത് കൊണ്ട് മാത്രമാണോ ജോലി കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല അച്ഛാ, അവിടെ വന്ന കാൻഡിഡേറ്റ്സിൽ തന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നത് അവനായിരുന്നു. കാരണം അവൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിനകത്ത് ഫസ്റ്റ് റാങ്ക് ഹോൾഡറൊക്കെ ആണെന്ന് നന്ദൻ ധനുഷിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. നല്ലൊരു ചെറുപ്പക്കാരനെന്ന് പറയുമ്പോഴത്തേക്കും അവന്തിക്ക് അത്രയും നേരം അതിന് മുന്നേ വരെ, ധനുഷ് എന്ന പേര് പറയുന്നതിന് മുന്നേ വരെ അവന്തിക്ക് ഇത് ഈ കേട്ടിട്ട് ഒട്ടും സുഖിക്കുന്നില്ലായിരുന്നു. ഇയാളെ രക്ഷപ്പെടുത്താനൊക്കെ ആൾ വന്നു എന്ന രീതിക്ക് അതോളം താല്പര്യത്തിനകത്തായിരുന്നു അവന്തിക്ക് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതേ അവന്തി തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നീ അവൻ എന്നല്ല പറയുന്നല്ലാതെ ഇവൻ്റെ പേര് പറയുന്നല്ലോ എന്ന് സേതുമാധവൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പേര് പറയാൻ വിട്ടുപോയി അച്ഛാ, അവൻ്റെ പേര് ധനുഷ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്തികയുടെ മുഖം മൊത്തം അങ്ങ് സന്തോഷം കൊണ്ടങ്ങ് തെളിഞ്ഞ്. അപ്പോഴത്തേക്കും പക്ഷേ ഇത് ആരും നോട്ടീസ് ചെയ്തില്ല. എല്ലാവരും ധനുഷിനെ കുറിച്ചുള്ള സംസാരത്തിൽ തന്നെ സന്തോഷത്തിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പം ഡൈനിങ് ടേബിളിനകത്താണല്ലോ ചർച്ച നടക്കുന്നത്. അപ്പം അവിടെ തന്നെ സ്നേഹയുമുണ്ട്. അപ്പോൾ സ്നേഹ ചോദിക്കുന്നത്, ഈ ധനുഷ് എങ്ങനെ കാണാൻ ആൾ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവന്തിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് അങ്ങനത്തെ രീതിക്ക് ധനുഷിനെ കുറിച്ച് ചോദിക്കുന്നത് അവന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹയെ കളിയാക്കുന്നുണ്ട്. നിനക്കെന്തിനാ ലൈൻ അടിക്കാനാണോ എന്നൊക്കെ സന്ദീപ് അവന്തിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിനക്കൊരു MBBS കാരണം നോക്കിയാൽ മതി എന്ന് സന്ദീപ് സ്നേഹയോട് പറയുമ്പോഴത്തേക്കും സ്നേഹ പറയുന്നത്, MBBS ഒക്കെ ആണെങ്കിൽ എനിക്ക് എന്നേ ആവാൻ, നമുക്ക് MBBS ഒന്നും പറ്റത്തില്ല, നമുക്ക് വേറൊരു റേഞ്ചാണ് ഇഷ്ടം. ഉടനെ സേതുമാധവൻ പറയുന്നത് നമുക്ക് ജോലി ചെയ്യുന്ന സാധാരണ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് ജീവിക്കാനാണോ താല്പര്യം? അങ്ങനെയൊന്നും ആകുന്നതിന് പകരം നമ്മൾ 4 പേർക്ക് ജോലി കൊടുക്കണമെന്ന് വേണം ചിന്തിക്കാനെന്ന് സേതുമാധവൻ ഉപദേശം കൊടുക്കുന്നു. സ്നേഹ ആ കാര്യത്തിനകത്ത് സ്നേഹ ഏകദേശം ധനുഷിനെ കുറിച്ച് അറിയാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാണാൻ ആളെങ്ങനെ സുന്ദരനാണോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദനും സേതുമാധവനൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എണീക്കാറായിരിക്കുന്നു. അപ്പോഴത്തേക്കും അവന്തിക പറയുന്നു, നിനക്ക് ആരെങ്കിലും കുറിച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവരെക്കുറിച്ച് ബാക്കിയെല്ലാം അറിയണമെന്നുണ്ടോ എന്ന് സ്നേഹയുടെ ദേഷ്യത്തോട് തന്നെ അവന്തിക പറയുമ്പോഴത്തേക്ക് സ്നേഹ പറയുന്നത്, അല്ല ഏട്ടത്തിനെ അങ്ങനെ ചോദിച്ചതല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാണേ ഉള്ളൂ എന്ന് സ്നേഹ അവന്തിക അടുത്ത് പറയുന്നത്. സേതുമാധവനും നന്ദനൊക്കെ അത് പോട്ടെ, അത് അവർ ജസ്റ്റായിട്ട് അവൾ ചോദിച്ചതല്ലേ ഉള്ളൂ, വലിയ കാര്യമാക്കേണ്ട അവന്തിക എന്ന് പറഞ്ഞ് സേതുമാധവൻ പറയുന്നു. സേതുമാധവനും നന്ദനും ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോവാറായി. അവർ പോകുന്നു.
അവിടെ ഇതൊക്കെ പറയുമ്പോഴേ അവന്തിക എന്താണ് എല്ലാവരും എണീറ്റ് പോയിട്ട് ആലോചിക്കുവാണ്. സേതുമാധവൻ പറഞ്ഞത്, അതായത് ധനുഷിനെ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കണം, അപ്പോൾ എനിക്കും കാണാമല്ലോ എന്ന് പറഞ്ഞതിനെ ആലോചിച്ചുകൊണ്ട് അവന്തിക അവിടെ സന്തോഷത്തിരിക്കുകയാണ്. കാരണം ധനുഷ് എന്ന് പറയുമ്പോൾ തന്നെ അവന്തിക്ക് അത്രയ്ക്ക് സന്തോഷം, അത്രയ്ക്ക് സന്തോഷത്തിനകത്താണ്. അപ്പം അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എന്താണ് നേരെ കാണിക്കുന്നത്, പിന്നെ ധനുഷും അവന്തികയും തമ്മിൽ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. പുറത്തൊരു സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുവാണ്. അപ്പോൾ കണ്ടുമുട്ടിയിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ തന്നെ നീ കാര്യങ്ങളെല്ലാം സാധിച്ചെടുത്തല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് ധനുഷിനോട് പറയുന്നു. അപ്പം ധനുഷ് പറയുന്നത്, എനിക്ക് സത്യത്തിൽ ഈ ജോലി വളരെ നഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എനിക്ക് ചെയ്യാൻ എൻ്റെ ഡിഗ്രിക്കും ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ അവിടെ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ അവിടെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനേക്കാൾ ഉയർന്ന രീതിയിലേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം എൻ്റെ യോഗ്യതയ്ക്ക് ആ ഒരു തസ്തിക പോലും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതല്ല. പിന്നെ നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറയുമ്പം അവധി പറയുന്നു, ഒരിക്കലും നിൻ്റെ സമയം നഷ്ടമാവില്ല. ഇപ്പം നീ ചിലവാക്കുന്ന കുറച്ച് സമയം കൊണ്ട് നിനക്ക് സേതുമാധവൻ എന്ന ആ വീടിൻ്റെ ഗൃഹനാഥൻ, അതായത് നെല്ലിശ്ശേരിയുടെ ഗൃഹനാഥൻ എന്ന സ്ഥാനത്തിലേക്ക് നിനക്കും അതിൻ്റെ അരികിൽ തന്നെ നിന്നെ അനുസരണയുള്ള, നിന്നെ വളരെ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യയെ നിൻ്റെ കൂടെ ആ കസേരയുടെ ഇപ്പം തന്നെ എനിക്കും ഇരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എഴുതുന്നത്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ, ഇപ്പം വരെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങി, ഇനി എല്ലാം പയ്യെ പയ്യെ വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ വേഗത്തിൽ എല്ലാം ചെയ്ത് ഇതാക്കുന്നല്ല, ഇവിടെ കുറച്ച് ക്ഷമ പാലിക്കണം. എന്നിട്ട് വേണം, ആ ക്ഷമ വെച്ചിട്ട് വേണം നമ്മൾ അവിടെ വഞ്ചന എന്ന വാക്കിനെ കുത്തിക്കയറ്റി അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കണമെന്ന് തന്നെ അവന്തിക പറയുന്നു. അപ്പം അതും കേട്ട് ധനുഷ, നീ പറയുന്നതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് തന്നെ രീതിക്ക് ധനുഷ് അവന്തികയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം പ്ലാനുകൾ നടന്നത്. ഇനി നന്ദൻ്റെ വിശ്വാസം കൈപ്പറ്റണം. അനൂപിനേക്കാളും ഏറ്റവും വിശ്വസിക്കാൻ യോഗ്യതയുള്ളവർ നീയാണെന്ന് തന്നെ നന്ദൻ തോന്നണം. നിൻ്റെ കഴിവ്, മിടുക്ക് എല്ലാം കൊണ്ട് തന്നെ നിന്നെ കൂടെ കൊണ്ട് നടക്കണം. കഴിവതും നന്ദൻ പോകുന്ന മീറ്റിംഗ് എല്ലാം തന്നെ നിന്നെ ഏൽപ്പിക്കുന്ന രീതിയിലാവണം നന്ദൻ ഇനി നിൻ്റെ അടുത്ത് വരേണ്ട. അത്രയും വലിയ വിശ്വാസം വേണം വരാൻ. കാരണം നെല്ലിശ്ശേരിൻ്റെ എല്ലാവിധ കാര്യവും, ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യവും നീ നടത്തുന്ന രീതിയിലായി മാറണമെന്ന് തന്നെ അവന്തിക ധനുഷിനെ ഉപദേശം കൊടുക്കുന്നു. അപ്പം രണ്ടുപേരും തമ്മിൽ വളരെ ഹാപ്പിയായിട്ട് പിരിയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കാണും. കാരണം ഉടൻ തന്നെ അവന്തിക അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഇനി കുറച്ച് മാസങ്ങൾ, 2 മാസം കഴിയുമ്പോഴത്തേക്കും നെല്ലിശ്ശേരിയിൽ ഒരു ഉത്സവമുണ്ട്. അതിൻ്റെ അകത്ത് പറയുമ്പം ധനുഷിൻ്റെ ഭാര്യയായ ഞാൻ ഗർഭിണി ആയതിൻ്റെ ആഘോഷവും അതിനോടൊപ്പം തന്നെ ആതിരയുടെ സീമന്തവും. പക്ഷേ ആ സീമന്തത്തിൻ്റെ രാത്രി കഴിയുമ്പോഴത്തേക്കും ആതിരയും ആതിരയുടെ കുഞ്ഞും ഈ ലോകത്തിൽ നിന്ന് കാണത്തില്ല എന്ന് തന്നെ ധനുഷിന് പറയുന്നു. അതിനുള്ളതെല്ലാം തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നീ കമ്പനിയുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കുമെന്ന് തന്നെ അവന്തിക ധനുഷിനോട് പറയുന്നു. എന്നിട്ടാണ് രണ്ടുപേരും തമ്മിൽ പിരിയുന്നത്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, ആ 2 മാസങ്ങൾ കഴിഞ്ഞ സമയമായിരിക്കും. അപ്പോൾ അനൂപ് ഒരു വഴിയിൽ നിൽക്കുന്നു, ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പം പിന്നെ നന്ദൻ വരുന്നു, ഒരു ഫയലിലേക്ക് ഒപ്പിട്ട് വിടുന്നു. അപ്പം ഇന്ന് തന്നെ ഇത് സബ്മിറ്റ് ചെയ്യും. അപ്പം ഇനി റിജക്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കാം, അത് നമുക്ക് വിധിച്ചിട്ടില്ലാത്ത ഓർഡറാണെന്ന് വന്നിട്ട് കളയാന്ന് പറയുന്നത്. അപ്പം ധനുഷ് വരുന്നു. ഉടനെ ധനുഷ് എന്താ ഇവിടെ എന്ന് നന്ദൻ ചോദിക്കുമ്പോഴത്തേക്കും, അല്ല അനൂപ് പറയുന്നു ഞാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധനുഷിനെ വിളിച്ച് വരുത്തിയതാണെന്ന് പറയുന്നത്. അപ്പം നന്ദൻ ചോദിക്കുന്നുണ്ട്, അനു വീട്ടിൽ വരുത്തില്ലേ, കാരണം വിശേഷം തുടങ്ങുന്ന രൂപയെ വരുത്തില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനൂപിനോട് കയറി ധനുഷ് ചോദിക്കുന്നത് എന്ത് വിശേഷമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ധനുഷിൻ്റെ അടുത്ത് അനൂപ് പറയുന്നുണ്ട്, അവിടെ അവന്തികയുടെ ഗർഭിണി ആയതിൻ്റെ ആഘോഷവും അതിനോടൊപ്പം തന്നെ ആതിരയുടെ സീമന്തവും കാര്യങ്ങളാക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ സാർ കമ്പനിയിൽ നിന്ന് ആരെയും ഇത്രയും വലിയ വിശേഷം വെച്ചിട്ടും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര രീതിക്ക് അത് ധനുഷ് ആക്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് കമ്പനിക്ക് എന്തിനാ ഞങ്ങളുടെ രീതിക്കകത്തുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി എന്തിനാ കമ്പനിയുടെ വെറുതെ ഒരു ദിവസം അവധി കൊടുക്കുന്നത്? അപ്പം എന്നാലും സാർ എന്നെപ്പോലും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ധനുഷ് ചോദിക്കുവാണ്. അതിനെന്താ ധനുഷ് എൻ്റെ കൂടെ പോകുന്നുള്ളൂ, ധനുഷും കൂടെ വന്നു, ഞാൻ ധനുഷിനെ ക്ഷണിച്ചിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അനൂപ് സാർ എൻ്റെ വണ്ടിയും കൊണ്ട് പോട്ടെ, ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ കാറിൽ ഇങ്ങി വരാമെന്ന് പറഞ്ഞ് ധനുഷ് എന്ത് ചെയ്യുവാണ്, കാറിൽ കയറി അങ്ങ് നന്ദൻ്റെ കൂടെ തന്നെ പോവാണ്. അങ്ങനെ നെല്ലിശ്ശേരി വന്ന് ധനുഷ് ഇറങ്ങുന്നു. അവന്തിക കാത്തിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ്. ഇന്ന് അവിടെ ആതിരയുടെ സീമന്തം നടക്കുന്നുണ്ട്, അവന്തിക ഗർഭിണി ആയതിൻ്റെ ആഘോഷമുണ്ട്. അപ്പോൾ അവന്തിക പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. കാരണം ധനുഷും ഈ നന്ദനും കൂടെ കാണുമ്പോഴത്തേക്കും തന്നെ അവന്തിക വളരെ സന്തോഷത്തോടെ തന്നെ അവരുടെ സിറ്റൗട്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് ധനുഷിനെ പരിചയപ്പെടുത്തുന്നു അവന്തികയോട്. കാരണം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നന്ദൻ അറിയത്തില്ല, പക്ഷേ എന്നാലും പരിചയപ്പെടുത്തുന്നു. ഹലോ എന്ന് പറഞ്ഞിട്ട് മാഡം എന്ന് ഒരു ഗ്യാപ്പിട്ട് നിർത്തി നമ്മൾ പറയത്തില്ല, അതുപോലെ ഹലോ മാഡം എന്ന രീതിക്കകത്ത് ധനുഷ് അവന്തികടുത്ത് പറയുന്നു. അപ്പോഴത്തേക്കും കൈ കൊടുക്കുന്ന രണ്ടുപേരും തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും
ഒരു കോൾ വരുന്നു നന്ദന്. അപ്പോൾ നന്ദൻ അങ്ങോട്ടേക്ക് മാറിപ്പോകും. അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് നല്ല സമയമായി. അപ്പോഴത്തേക്കും സംസാരിക്കുന്നു, എനിക്ക് ഇത്രയും നേരം ഇവിടെ ഇത്രയും വലിയ ആഘോഷം നടന്നാലും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് എൻ്റെ കുട്ടിയുടെ അച്ഛനെ കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും സന്തോഷം തോന്നുന്നതെന്നൊക്കെ അവന്തിക അങ്ങനെ ധനുഷുമായിട്ട് നന്നായിട്ട് രീതിക്ക് തന്നെ ഫ്ലേർട്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും അത് കേട്ട് ധനുഷിന് ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ അവൻ ഭയങ്കര വലിയ ഞാൻ തന്നെ സംഭവം എന്നുള്ള രീതിക്കൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിനക്ക് ഈ സാരി ഈ സാരി അത്ര കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, നിനക്ക് ഞാൻ കഴിഞ്ഞ പിറന്നാളിന് എടുത്ത് തന്ന സാരി ഇല്ലേ, അത് ഉടുക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എന്താ ചോദിക്കുന്നത്, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇതാക്കുന്നതല്ലേ ഭാര്യയ്ക്ക് സന്തോഷം, അതുകൊണ്ട് ഞാൻ അത് ഉടുത്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനുഷ് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ കാര്യമൊക്കെ ഓക്കെ അല്ലേ എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാം റെഡി ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അകത്ത് ധനുഷിനെയും കൊണ്ട് പോകുന്നു. നന്ദൻ ബാ ധനുഷ് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ക്ഷണിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ഈ നന്ദനെ കാണുമ്പോൾ തന്നെ അവന്തിയെ കണ്ണ് കാണിക്കും, വരുന്നുണ്ടേ എന്നുള്ള രീതിയിൽ കണ്ണ് കാണിക്കുന്നത്. കാരണം ഇവരുടെ സംസാരം നിർത്തണമല്ലോ. അപ്പോഴത്തേക്കും ധനുഷും നന്ദനും കൂടെ അവന്തികയൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴത്തേക്കും അനൂപിൻ്റെ അമ്മ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സേതുമാധവനെ കണ്ട ഉടൻ തന്നെ ഈ പറയുന്ന ധനുഷ് എന്ത് ചെയ്യുന്നു, സേതുമാധവൻ്റെ കാലി വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു. സച്ചിക്കും സന്ദീപിനൊക്കെ ഭയങ്കര സന്തോഷം ഇവനെ കണ്ടത് തന്നെ. അവർ ഭയങ്കര അവർക്ക് കളങ്കമില്ലല്ലോ മനസ്സിനകത്ത്. ആ കളങ്കമില്ലാത്ത ആ മനസ്സ് അവരുടെ സന്തോഷത്തിനകത്ത് കാണാനുണ്ട്. ആതിര നന്നായിട്ട് ഗർഭിണി ആയതുകൊണ്ട് നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിക്ക് ഒരുങ്ങി ആതിരനെ അച്ചു കയ്യിലൊക്കെ പിടിച്ചിട്ട് അവരൊക്കെ താഴെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അതുവരെയാണ് ഇന്ന് എപ്പിസോഡ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇനി ആതിരേനെയും കുട്ടീനെയും ഇന്നത്തോടെ തന്നെ കൊന്നു കളയണമെന്ന അവന്തികയുടെ പ്ലാൻ എന്താകുമെന്നത് നമുക്കറിയത്തില്ല. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, കമൻസ് ഒക്കെ ഇടുക. അപ്പോഴല്ലേ നമുക്ക് തമ്മി ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്തൊക്കെ ഒരു രസം കാണത്തില്ലല്ലോ. സീരിയൽ കണ്ട് വെറുതെ കളഞ്ഞിട്ട് എന്തുവാണ്.